ശ്രീജിത് പണിക്കർ, ഇതിപ്പോൾ ഈ 100 കോടിയുടെ ആഘോഷ മാമാങ്കം എന്നുള്ള ആരോപണമാണല്ലോ വരുന്നത്. അതിന് ഡോക്ടർ ബി ജയരാജ് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഇവിടെ ആരും തയ്യാറാവില്ല, ഒരു മാധ്യമവും തയ്യാറാകുന്നില്ല. CPM-ഉമായിട്ട് ചേർന്ന് നിൽക്കുന്ന CPM-ന്റെ മുഖപത്രവും അതുപോലെ തന്നെ ചാനലുമൊക്കെ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ കുറച്ച് കാശ് മുടക്കി നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരും. അതിനെന്ത് തെറ്റാണോ ഉള്ളത്? അതിനെ ഈ ആശാസമരവുമായിട്ടൊക്കെ കൂട്ടിക്കുഴച്ച്, അല്ലാതെങ്കിൽ ഈ CPO-മാരുടെ റാങ്ക് പട്ടികയിലുള്ളവർക്ക് ജോലി കൊടുത്തില്ല എന്നുള്ള സമരം അത് കഴിഞ്ഞു, അത് പരാജയപ്പെടുകയും ചെയ്തു. അവർക്ക് കണ്ണീരോടെ മടങ്ങേണ്ടി വന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ആഘോഷത്തിന്റെ മാറ്റു കുറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്, നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള വാദമാണ് ഡോക്ടർ ബി ജയരാജ് ഉന്നയിച്ചത്. അതിനുള്ള മറുപടി. ശ്രീ മഞ്ജുഷ്, ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേട്ടങ്ങൾ എന്ന് വെച്ചാൽ അത് ജനോപകാരപ്രദമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിലാണ്. അതായത് ഒരു സർക്കാർ കഴിഞ്ഞ കുറെ കാലം, അതിപ്പോ 9 വർഷമായാലും അതോ സെക്കൻഡ് ടൈമിലെ 4 വർഷമായാലും ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത് എങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളാകേണ്ടത് ജനങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ സർക്കാർ ചെയ്തത് എന്നതിനെക്കുറിച്ച് സർക്കാർ പ്രത്യേകിച്ചും ഇൻഡാസ് അടിച്ചിറക്കി അവരുടെ വീടുകളിൽ എത്തിക്കുകയോ പരസ്യമാർഗങ്ങൾ വഴിയോ കട്ടൗട്ടുകൾ വഴിയോ ഹോർഡിംഗ് വഴിയോ ഒന്നും തന്നെ അവരിലേക്ക് അത് എത്തിക്കേണ്ടുന്ന കാര്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സർക്കാരിന്റെ ഇപ്പോൾ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് എനിക്ക് റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കാർഡ് ഉണ്ടെന്ന് കരുതിക്കോ. ആ കാർഡിൽ എനിക്ക് കിട്ടാൻ അർഹതയുള്ള സൗജന്യ നിരക്കിൽ കിട്ടാവുന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയാം. അത് ഞാൻ അതിന്റെ ഗുണഭോക്താവായിരിക്കും. അത് മാസങ്ങളായിട്ട് ഞാനതങ്ങനെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാനതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ എന്തെങ്കിലും രീതിയിലേക്കുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എനിക്ക് കൂടുതലായിട്ട് സൗജന്യ നിരക്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതെങ്ങനെ അറിയാം? ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉണ്ടാകും, പത്രമാധ്യമങ്ങളിൽ കൂടി വാർത്തകൾ വരും. ഇനി അതൊന്നുമില്ല എങ്കിൽ തന്നെ ഞാൻ ഇതിന്റെയൊക്കെ കേന്ദ്രങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ അതെന്നെ അറിയിക്കും. ആ സമയത്ത് ഞാൻ അതിന്റെ ഗുണഭോക്താവാകും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സർക്കാർ ഇതൊക്കെ കട്ടൗട്ട് വെച്ച് പറയുകയോ ഹോർഡിംഗിൽ അടിക്കുകയോ പത്രങ്ങളിലെ ന്യൂസ് പരസ്യങ്ങളിൽ കൊണ്ടുവരികയോ ചെയ്ത് പറയേണ്ടുന്ന കാര്യമുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ജനോപകാരപ്രദമായിട്ടുള്ള എന്ത് നയം ഇവിടെ കൊണ്ടുവന്നാലും അത് പ്രത്യേകിച്ച് നിങ്ങൾ പരസ്യം ചെയ്ത് പിന്നീട് അറിയിക്കേണ്ടുന്ന കാര്യമില്ല. അത് ജനങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പേപ്പറുകളിൽ ഒതുങ്ങുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വന്നിട്ടില്ലാത്ത കേവല പ്രഖ്യാപനങ്ങളായിരിക്കുന്ന, ബജറ്റ് പ്രഖ്യാപനങ്ങളായിരിക്കുന്ന, പാർട്ടി വേദികളിലെ പ്രഖ്യാപനങ്ങളായിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടിയും ഇങ്ങനെയാണ് ഞങ്ങൾ നമ്പർ 1 സ്റ്റാറ്റസിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്നതിന് അഥവാ നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലേക്കുള്ള ഒരു PR ഇപ്പോൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. PR എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, പക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിനെ ചെയ്തു എന്ന രീതിയിൽ കാണിക്കുകയോ ചെയ്ത കാര്യത്തിനെ അതിന്റെ നിരവധി മടങ്ങ് നിങ്ങൾ ചെയ്തു എന്ന രീതിയിലേക്കുള്ള ഒരു ഫോൾസ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാർക്കറ്റിങ്ങിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ വിമർശിക്കപ്പെടുന്നത്. അപ്പൊ അത് ദേശാഭിമാനിയിലോ കൈരളിയിലോ മാത്രം വന്നതുകൊണ്ടായില്ല. എന്തായാലും ജനയുഗം പോലും അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പൊ CPIക്ക് പോലും അതിൽ വലിയ താല്പര്യമില്ല എന്ന് അദ്ദേഹം തന്നെ പരോക്ഷമായിട്ട് സമ്മതിക്കുന്നതിന് തുല്യമാണത്. എന്തുമായിക്കോട്ടെ. അപ്പൊ അത് ഒരു വശം. രണ്ടാമത് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ ആശാ സമരത്തിനെയാണ്. എത്ര മോശമായിട്ടാണ് CPM-ന്റെ ആൾക്കാരും CPM-നെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും ഒരു ജനകീയ സമരത്തിനെ കുറിച്ച് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ജനകീയ സമരമെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അത് കേവലം അവിടെ സമരം ചെയ്യുന്ന ആൾക്കാരുടെ മാത്രമായിട്ടുള്ള ഒരു ആവശ്യമല്ല. അവർ ഏത് രീതിയിലാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് പൊതുജനാരോഗ്യം ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, നിലകൊള്ളുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യമുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ള ഓരോ ഹൗസ് ഹോൾഡ്. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഓരോ അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അതല്ലാതെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് പരിചരണം, ശിശു പരിചരണം തുടങ്ങിയ എത്രയോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഗ്രൗണ്ടിലുള്ള വോളണ്ടിയർമാർ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളായിട്ടാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നടത്തുന്ന ഒരു വേതന വർധന അല്ലെങ്കിൽ അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കണം എന്ന രീതിയിലത്തേക്കുള്ള വളരെ ന്യായമായിട്ടുള്ള ഒരു സമരത്തിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്പോൺസേർഡ് സമരമാണ്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സമരമാണ്. അതായത് ഈ സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്വന്തം നിലയ്ക്ക് ചിന്തിക്കുന്നതിനൊന്നും ഒരു കഴിവുമില്ല. അവരുടെ തലയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും BJPയും എന്തോ ആശയങ്ങളെ ഇൻജക്ട് ചെയ്തെങ്കിൽ മാത്രം പ്രവർത്തിക്കുന്ന പാവകളാണിവർ എന്ന രീതിയിലത്തേക്ക്. പക്ഷേ അയാൾ ഈ സമരങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ പ്രതിപക്ഷം ഈ ആഘോഷം ബഹിഷ്കരിക്കുന്നത്, 4ാം വാർഷികാഘോഷം ബഹിഷ്കരിക്കുന്നത്. അതുള്ള ന്യായങ്ങൾ കൂടാതെയും അവർ മറ്റു ന്യായങ്ങളും നിരത്തുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് അത് ഈ നേട്ടങ്ങൾ ആഘോഷിക്കുവാനായിട്ട് ഒരു സർക്കാർ
കുറച്ച് ദിവസങ്ങൾ തെരഞ്ഞെടുത്താൽ അതിൽ തെറ്റു പറയാനും പറ്റില്ലല്ലോ. അല്ലാതെ മൗനമായിട്ട് കടന്നു പോകുവാൻ ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുന്നു, നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണി പറയുന്നു, ആ നേട്ടങ്ങൾക്കിടെ എന്തെല്ലാം തടസ്സങ്ങളാണ് നേരിട്ടത് എന്ന് അദ്ദേഹം പറയുന്നു, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ വരും. അതൊക്കെ വരുന്നത് ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാണല്ലോ. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എതിർക്കുന്നവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ഇതൊന്നും വെളിയിലേക്ക് വരരുത് എന്നുള്ളത് അതും പരിഗണിക്കേണ്ടി വരുമല്ലോ. അല്ല, നമ്മൾ ഒരു ആഘോഷം നടത്തുന്ന സമയത്ത് എത്രത്തോളം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ധനസ്ഥിതി എന്താണ്? ഇപ്പൊ നമ്മുടെ ധനമന്ത്രിയുടെ ബജറ്ററി പ്രസംഗം തുടങ്ങുന്ന സമയത്ത് മാത്രം നമ്മുടെ ആശങ്കാകരമായിട്ടുള്ള ധനസ്ഥിതിയൊക്കെ തന്നെ മാറിയിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കേവല പ്രഖ്യാപനമാണ്. പക്ഷേ സ്കീമുകളിൽ ഇത് കാണുന്നുണ്ടോ? വെൽഫെയർ സ്കീമുകളിലാണെങ്കിലും ഇവിടെയുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള സ്കീമുകളിലാണെങ്കിലും ഒന്നും തന്നെ അത് കാണുന്നില്ല എന്നുള്ളത് ഒരു വശമാണ്. രണ്ടാമതൊരു വശം, 2 വർഷം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ലൈഫ് മിഷൻ പോലെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയിലെ കോഴ കേസിൽ ED അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ജയിലിലാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അകത്താകുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വരുമാനത്തിനേക്കാൾ കൂടിയ രീതിയിലത്തേക്കുള്ള സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന കേസിൽ പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് ആ കേസിൽ CBI അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് SFIOയുടെ രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കുറ്റപത്രം എന്താണ് എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ ED അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് ഒരു പ്രതിച്ഛായ മിനുക്കൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് ഈഗോയെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം അല്പം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പലതും ഉപയോഗിക്കുന്നത്. ഇപ്പൊ അല്പം മുമ്പ് ശ്രീ ജയരാജ് പറഞ്ഞത് നോക്കൂ, കേന്ദ്ര നിയമമാണ് പരിഷ്കരിക്കേണ്ടത്, എങ്കിൽ മാത്രമേ ആശാപ്രവർത്തകർക്ക് പ്രതിഫലം കൂട്ടുകയുള്ളൂ. എന്താണ് നിയമം? ആ നിയമത്തിൽ കേന്ദ്രം പറയുന്നത് എങ്ങനെയാണ്? കേന്ദ്രം കൊടുക്കുന്ന ഇൻസെന്റീവ് ഉണ്ട്, സംസ്ഥാന സർക്കാരുകൾ കൊടുക്കേണ്ടുന്ന ഓണറേറിയം ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾ കൊടുക്കേണ്ടുന്ന ഓണറേറിയത്തിന് യാതൊരു വിധത്തിലുള്ള പരിധികളും കേന്ദ്രം വെച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഇൻസെന്റീവ് സപ്പോസ് 2000-ഓ 3000-ഓ രൂപയാണെങ്കിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 20,000 രൂപ വേണമെങ്കിൽ 20,000 രൂപ അവർക്ക് ഓണറേറിയമായിട്ട് കൊടുക്കാം. അത് 1000 രൂപ കൊടുക്കുന്ന സർക്കാരുകളുണ്ട്, 5000 കൊടുക്കുന്നവരുണ്ട്, 10,000 കൊടുക്കുന്നവരുണ്ട്. ആന്ധ്രാപ്രദേശിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടുന്ന പണം എത്രയാണോ അതുകൂടി ചേർത്ത് സംസ്ഥാന സർക്കാരിന്റെ കമ്പോണന്റ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം എന്താണ്? കേന്ദ്ര സർക്കാർ ഈ നിയമം പരിഷ്കരിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് കിട്ടുന്ന പ്രതിമാസം കിട്ടുന്ന പ്രതിഫലം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കും. എന്നിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നതാണ്, നോക്കൂ ഇത് കേന്ദ്രം വിചാരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ എന്ന്. അതേപോലെ തന്നെ ഇപ്പം ധനമന്ത്രി KN ബാലഗോപാൽ എത്രയോ തവണ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടിയിരുന്ന 57,000 കോടി രൂപ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം ഇവിടുത്തെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു. CPM-ന്റെ മുഖപത്രത്തിൽ അത് വരുന്നു, അവരുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും അത് വരുന്നു. അതിന്റെ വാസ്തവം എന്താ? 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ഡെവല്യൂഷൻ സ്കീമിൽ കേരളത്തിന് കൊടുക്കേണ്ടത് എത്ര % ആണോ അതിനെ 15ാം ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ നിലനിൽക്കുന്ന ഒരു കാലത്ത് കമ്പയർ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പണ്ടെങ്ങോ ഉണ്ടായിരുന്ന ഒരു കണക്കിനെ വെച്ചുകൊണ്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ആ പെർസെന്റേജിലായിരുന്നു നമുക്ക് ഡെവല്യൂഷൻ കിട്ടുന്നത് എങ്കിൽ ഇന്ന് കിട്ടേണ്ടിയിരുന്ന തുകയിൽ നിന്ന് ഇന്നത്തെ കണക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 57,000 കോടി രൂപ കുറവാണ് എന്ന് നമ്മളോട് പറയും. എന്നിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയക്കുന്ന സമയത്ത് ഇത് പറയുമോ? പറയില്ല. കാരണം എന്താ? പറഞ്ഞു കഴിഞ്ഞാൽ അത് പമ്പര വിട്ടിത്തമാവും. അവർ ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ മതി, അത് ബാലഗോപാലെ ഇത് 10ാം ധനകാര്യ കമ്മീഷൻ അല്ലല്ലോ, 15ാമത് കമ്മീഷൻ അല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ തീരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളോട് ഇത് പറയും, മാധ്യമങ്ങളോട് ഇത് പറയും, പക്ഷേ ധനമന്ത്രിക്ക് കത്തയക്കുന്ന സമയത്ത് ഈ കണക്കുകൾ പറയില്ല. ഈ രീതിയിലത്തേക്കുള്ള നുണ പറയുക, വളച്ചൊടിച്ച് കാര്യങ്ങളെ അവതരിപ്പിക്കുക, ഇതൊക്കെയാണ്. ഒരൊറ്റ ചോദ്യം, ഇപ്പൊ ഈ ആശാസമരത്തിനെ ഇത്രയും പുച്ഛിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്ത് കാരണം പറഞ്ഞോളൂ, അതായത് ഇവർക്ക് പണം കൊടുക്കേണ്ടത് അവരാണ്, ഇവരാണ്, നമ്മളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. 232 രൂപ ഒരു ദിവസം, അഥവാ ഒരു മാസം 7,000 രൂപ പോട്ടെ, 9,000 ആയിക്കോട്ടെ, ഇനി അതല്ല മുഖ്യമന്ത്രി പറയുന്ന 13,000 രൂപ ആയിക്കോട്ടെ. ഫുൾ ടൈം എംപ്ലോയ്മെന്റ് എന്ന നിലയ്ക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ യാതൊരു വിധത്തിലുള്ള ഇടവേളകളും ഇല്ലാതെ ദൈനംദിനം ജോലി ചെയ്യുന്ന ഒരു ജോലിക്ക് ഒരു തൊഴിലാളി വർഗ സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് 7,000 രൂപയോ 9,000 രൂപയോ 13,000 രൂപയോ മതിയാകുമോ എന്നൊരു ചോദ്യമല്ലേ? നമ്മുടെ സാധാരണ ഡെയിലി വേജസിന് പോകുന്ന ലേബറേഴ്സ് അല്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനേക്കാൾ കൂടുതൽ കിട്ടത്തില്ലേ? അപ്പോൾ അത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണോ ഇവർ ചെയ്യുന്നത്? ആരോഗ്യരംഗത്ത് ഇവർ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ അത്ര ചെറുതാണോ? അപ്പൊ ഞാൻ പറയുന്നത് അനുഭാവപൂർവ്വം പറയുന്നതിന് പകരം അങ്ങേയറ്റം, ഒരു സെക്കൻഡ്, അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ള ഒരു കാര്യം പറയുന്നതിന് പകരം ആ സമരത്തിനെ അങ്ങേയറ്റം ഇകഴ്ത്തുകയും അത് രാഷ്ട്രീയമായി സ്പോൺസർ ചെയ്യുകയാണ്. പാട്ടകിലിക്കിയ ആൾക്കാരുടെ സമരമാണ് തുടങ്ങി എന്തെല്ലാം. എന്നിട്ട് അവരുടെ കണ്ണീരിന്റെ മുകളിലാണ് ഈ ആഘോഷം മാമാങ്കം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ജയരാജ്